എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് സ്കൂളിൽ നമ്മളെല്ലാം എടുക്കുന്ന പ്രതിജ്ഞയുടെ ആദ്യ വരിയാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് നടത്തിയ ഐതിഹാസികമായൊരു പോരാട്ടം ഈ രാജ്യത്തിനിന്ന് പ്രകാശമേകുന്നു എന്നതിൽ ഇവിടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ അതിയായ സന്തോഷം ഞങ്ങൾ അതിന് രേഖപ്പെടുത്തുകയാണ്. ഈ വിജയം രാജ്യത്തെ എല്ലാ മനുഷ്യരുടെയും വിജയമാണ്. ജനാധിപത്യ ഇന്ത്യയിൽ ഇന്നും വിശ്വാസം നഷ്ടപ്പെടാതെ ഈ ഇന്ത്യക്കകത്ത് ചോദ്യങ്ങൾ ചോദിച്ചാൽ, പ്രതികരിച്ചാൽ, പ്രതിഷേധിച്ചാൽ ആ ഇന്ത്യയെ നിലനിർത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന എല്ലാ സമര പോരാളികളുടെയും വിജയമായി ഞങ്ങളിതിനെ കാണുകയാണ്. കേരളത്തിനകത്തും രാജ്യത്തിനകത്തും ആകെ ഈ വിഷയങ്ങളാകെ ഉയർത്തി സമരം ചെയ്ത ലക്ഷക്കണക്കിന് വരുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. ഞങ്ങൾ അവർക്ക് ആശംസകൾ അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ വിജയം SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ, CJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്ലാറ്റ്ഫോമുകൾ നടത്തിയ ഐതിഹാസികവും സംഘടിതവുമായ വിജയത്തിൻ്റെ ഒരു പോരാട്ടത്തിൻ്റെ വിജയമാണ്. ഈ വിജയത്തിൽ ഞങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി വിരിയുമ്പോൾ ഈ പുഞ്ചിരി നീറ്റ് പരീക്ഷ എഴുതിയ 22 ലക്ഷം വിദ്യാർത്ഥികളുടെ കൂടി പുഞ്ചിരിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങളുടെ കണ്ണിൽ തെളിയുന്ന ഈ പ്രകാശം ഈ നീറ്റ് പരീക്ഷയുടെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന 22 കുഞ്ഞുങ്ങളുടെ, വിദ്യാർത്ഥികളുടെ കണ്ണീരിനാൽ ഇന്നും മുറിവുണങ്ങാത്ത രക്ഷിതാക്കളുടെ ഭാവി ജീവിതത്തിൻ്റെ പ്രകാശം കൂടിയായി ഞങ്ങൾ കാണുകയാണ്. ഇവർ ചവിട്ടിമെതച്ചവർ, ഇവർ കൊന്നു തള്ളിയവർ, ഇവർ നാക്കരിഞ്ഞെടുത്തവർ, പ്രതികരിച്ചതിൻ്റെ പേരിൽ, പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ നരേന്ദ്രമോദിയുടെ ഭരണകൂടം വെടിവെച്ച് വീഴ്ത്തിയവർ, ആ വെടിവെച്ച് വീഴ്ത്തിയവരുടെ ശബ്ദം ഇന്ന് രാജ്യത്ത് ഉയർന്നു കേൾക്കുകയാണ്. ഈ തരംഗം, ഈ വിദ്യാർത്ഥികളുടെ വിപ്ലവം ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് നരേന്ദ്രമോദി ഗവൺമെൻറ് തെറ്റിദ്ധരിക്കാനേ പാടില്ല. രാജ്യത്തെ RSSനോട്, രാജ്യത്തെ BJPയോട്, രാജ്യത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനോട് രാജ്യത്തെ വിദ്യാർത്ഥികൾ പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടെ പോരാട്ടം തുടരാൻ പോവുകയാണ്. ഒരാളുടെ മുന്നിലും മുട്ടുമടക്കില്ലെന്ന നിങ്ങളുടെ അഹങ്കാരത്തിനേറ്റ അടിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഈ രാജ്യമെങ്കിൽ തുടരെ തുടരെ അടിയേറ്റു വാങ്ങേണ്ട ഗതികേടാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ ഇനി കാത്തിരിക്കുന്നത്. രാജ്യത്തെ തൊഴിലാളികളോട്, കർഷകരോട്, കർഷക തൊഴിലാളികളോട്, രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, നിങ്ങളെല്ലാവരും രാജ്യത്ത് അതിശക്തമായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങളോടൊപ്പം ഞങ്ങളെല്ലാവരും SFI ഉൾപ്പെടെയുള്ള രാജ്യത്തെ പൊരുതുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ടാവും. രാജ്യത്തെ തൊഴിലാളികൾ അവരുടെ തൊഴിലവകാശങ്ങൾക്ക് വേണ്ടി ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെതിരെ നടത്തുന്ന പോരാട്ടത്തിൽ ഞങ്ങളൊപ്പം ഉണ്ടാവും. രാജ്യത്തെ കർഷകർ, കർഷകാത്മഹത്യ ഉൾപ്പെടെ അവരുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ നടത്തുന്ന പോരാട്ടങ്ങളിൽ ഞങ്ങളുണ്ടാകും. രാജ്യത്തെ മതവിശ്വാസികളോട്, പ്രത്യേകിച്ച് RSSൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായി എല്ലാ കാലവും BJP കണ്ടിട്ടുള്ള മതവിശ്വാസികളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ ആരാധനാലയങ്ങൾ കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രാമക്ഷേത്രം ഉൾപ്പെടെ കൊള്ളയടിക്കാൻ BJP ഗവൺമെൻറ്റും അതിന് നേതൃത്വം കൊടുക്കുന്നവരും വിശ്വഹിന്ദു പരിഷത്തും നേതൃത്വം കൊടുക്കുന്നു. നിങ്ങളും സംഘടിച്ച് ഈ സംഘപരിവാർ ഗവൺമെൻറ്റിന് ചോദ്യം ചോദിക്കണം. നിങ്ങളുടെ പൈസയാണ്, നിങ്ങൾ ആരാധനാലയങ്ങളിൽ കൊടുക്കുന്ന തുകയാണ് അവർ കൊള്ളയടിക്കുന്നത്. ആ പോരാട്ടത്തിലും ഞങ്ങളൊപ്പം ചേരുന്നു. അങ്ങനെ രാജ്യമാകെ പോരാട്ടമായി മാറുമ്പോൾ, രാജ്യത്തെ ജനങ്ങളായി പോരാട്ടത്തിൻ്റെ നേതൃത്വമായി മാറുമ്പോൾ, എത്ര ആഴത്തിൽ സമ്പത്തിനാൽ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ നിലനിർത്താൻ ഇവർ പരിശ്രമിച്ചാലും ആ സമ്പത്തോ PR വർക്കോ കൊണ്ട് ഒന്നും ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവായി ഈ വിദ്യാർത്ഥി വിപ്ലവം മാറുകയാണ്. ഇതൊരു വിദ്യാർത്ഥി വിപ്ലവമാണ്. രാജ്യത്തെ നേരവകാശികൾ, ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൈതൃകം പേറുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പൂർവികർ നടത്തിയ ത്യാഗോജ്വലമായ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ പിൻപറ്റുന്ന ഈ നാട്ടിലെ യഥാർത്ഥ രാജ്യസ്നേഹികൾ, യഥാർത്ഥ ദേശസ്നേഹികൾ, രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും ഭരണഘടനയും വിശ്വസിക്കുന്നവർ നടത്തിയ പോരാട്ടത്തിൻ്റെ വിജയമാണിത്. ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ പറഞ്ഞ രാഷ്ട്രീയത്തോട് മോഡി അങ്കിളിൻ്റെ PR വർക്കിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന ദയനീയ സ്ഥിതി കൂടി രാജ്യത്തെ BJPക്കാർ ഇനിയെങ്കിലും തിരിച്ചറിയണം. അതുകൊണ്ട് മോഡി അങ്കിളിൻ്റെ PR വർക്ക് കൊണ്ട് പുതിയ ജനറേഷനെ നേരിടാനിറങ്ങിയതിൻ്റെ പരാജയം കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞ് പുതിയ തന്ത്രങ്ങളുമായി ഇനി വിദ്യാർത്ഥികളെ നേരിടാൻ നിങ്ങൾ രംഗത്തിറങ്ങണം.
അതിനെയും നേരിടാൻ രാജ്യത്തെ വിദ്യാർത്ഥികൾ സുസംഘടിതമായി കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും തിരുവോരത്തുണ്ടാകുമെന്ന് ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ പറയുക.